ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തവർക്കുള്ള ഇമ്പോർട്ടൻറ്റ് സെഷനാണ്. വളരെ യൂസ്ഫുള്ളാണ് ഈ സെഷൻ. നമ്മളെ പോലുള്ളവർ ഒരു യൂട്യൂബ് ചെയ്യുമ്പോൾ ആദ്യമേ അറിയുന്നത് 1000 സബ്സ്ക്രൈബ് വേണം. ഷോർട്സും വീഡിയോസും രണ്ട് കാറ്റഗറിയാണെന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഷോർട്സിനായാലും വീഡിയോയ്ക്ക് ആയാലും ഇപ്പോൾ 1000 സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും എന്നുള്ളവരാണ് അവരുടെ ധാരണ. ഇപ്പോഴും ഇതൊന്നും അറിഞ്ഞിടാത്ത ആൾക്കാരുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ പോലെ പുതിയ യൂട്യൂബേഴ്സ് നമ്മുടെ ചാനൽ മോണിറ്റേഷൻ ആവണമെങ്കിൽ, അതായത് ഹാഫ് മോണിറ്റേഷൻ ആവണമെങ്കിൽ 500 സബ്സ്ക്രൈബറും 3000 വാച്ച് അവറാണ് വേണ്ടത് വീഡിയോയുടെ കാറ്റഗറിയിൽ. അതായത് ഷോർട്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ 500 സബ്സ്ക്രൈബറും 30 ലക്ഷം വ്യൂസാണ് വേണ്ടത്, 3M വ്യൂസ്. അതായത് നമ്മുടെ ചാനൽ ഫുൾ മോർണിംഗ് ആണ് വേണ്ടതെങ്കിൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറുമാണ് വേണ്ടത്. ഷോർട്സിൻ്റെ കാറ്റഗറിയിലാണെങ്കിൽ 1000 സബ്സ്ക്രൈബറും 1 കോടി വ്യൂസുമാണ് വേണ്ടത്, അതായത് 10M വ്യൂസുമാണ് വേണ്ടത്. പുതുതായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതായത് അവർ ചെയ്യുന്ന പ്രവണത എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയി ഒരുപാട് ബുദ്ധിമുട്ടും. അതുപോലെ തന്നെ ഷോർട്സിലേക്കാണ് അവർ തിരിയുന്നത്. കാരണം അവർക്ക് അറിയത്തില്ല ഹാഫ് മോർണിംഗ് ആവണമെങ്കിൽ 30 ലക്ഷം വ്യൂസും ഫുൾ മോർണിംഗ് ആവണമെങ്കിൽ 1 കോടി വ്യൂസും 90 ദിവസത്തിനുള്ളിൽ വേണമെന്നത്. അപ്പോൾ അവർക്ക് ഷോർട്സൊക്കെ ചെയ്ത് മടുക്കാറാകുമ്പോഴാണ് പിന്നീട് അവർ വീഡിയോസ് ചെയ്യുന്നത്. ലോങ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് 4000 വാച്ച് അവർ ചെയ്താൽ മതിയെന്ന്. കാരണം ഷോർട്സിനെന്ന് പറയുമ്പോൾ 90 ദിവസമേ കിട്ടുന്നുള്ളൂ. 1 കോടിക്കായാലും 1 കോടി വ്യൂസ് ആയാലും ഹാഫ് മോർണിംഗ് ആവാനാണെങ്കിലും 30 വ്യൂസിനാണെങ്കിലും. ലോങ് വീഡിയോ ചെയ്യുന്നവർക്ക് 4000 വാച്ച് അവറൊക്കെ പറയുന്നത് കറക്റ്റാണ് കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷേ ഒരു വർഷം 365 ദിവസമാണ് യൂട്യൂബർ തരുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് അവരൊരു ലോങ് വീഡിയോയ്ക്ക് തിരിയുന്നത്. അപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്ത് YTube ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ വാച്ച് അവർ വളരെ കുറവായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ശരിക്കുള്ള സീരിയസ്നെസ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ മനസ്സ് വെച്ചാൽ 4000 വാച്ച് അവർ സിമ്പിളായിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആവാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ്. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി തന്നെ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബും ചെയ്യുന്നത് പോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലമർത്താൻ കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയ യൂട്യൂബർക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ വീഡിയോയിലേക്ക് പറയുന്നതാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം, ഞാൻ വീഡിയോ പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ആൾക്കാരുണ്ട് എന്നത് എനിക്കറിയാം. അതായത് യൂട്യൂബിനെ കുറിച്ച് ABC ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾക്കുള്ള വയലൻസ് ഞാൻ തരുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾക്കുള്ള വ്യൂസ് പ്രോബ്ലം ഉണ്ട്, സബ്സ്ക്രൈബ് ഇല്ല, വാച്ച് അവർ ഇല്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയുള്ള ഇത് ഞാൻ യൂട്യൂബിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ 1000 സബ്സ്ക്രൈബ് ആയിട്ടില്ല, 500 സബ്സ്ക്രൈബ് ആയിട്ടുള്ളൂ. അതുപോലെ 3000 വാച്ച് അവർ അടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ധാരണ ഉണ്ടാവും എങ്കിലും നമുക്ക് ഹാഫ് മോർണിംഗ് ആക്കാമെന്നുള്ളത്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചാനൽ ഹാഫ് മോണിഫിക്കേഷൻ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വെരിഫിക്കേഷൻ കിട്ടും എന്നുള്ളത്. പിന്നെ ഒരു കാര്യം, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അതായത് യൂട്യൂബിനെ പറ്റി ABC അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടാകും. അപ്പം നിങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. മാത്രമല്ല വ്യൂസ് പ്രോബ്ലം ഉണ്ട്, സബ്സ്ക്രൈബർ ഇല്ല, വാച്ച് അവർ ഇല്ല എന്നുള്ളവർക്ക് ഞാൻ യൂട്യൂബിലൂടെ പറയുന്നതിലായിരിക്കും. അപ്പോഴൊക്കെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ 1000 സബ്സ്ക്രൈബർ ആയിട്ടില്ല, 500 സബ്സ്ക്രൈബ് ആയിട്ടില്ല, 3000 വാച്ച് അവർ അടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ഒരു ധാരണ ഉണ്ടാവും എന്നാലും നമുക്ക് ഹാഫ് മോർണിംഗ് ആക്കാം എന്നുള്ളത്. എന്നാലും നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചാനൽ ഹാഫ് മോർണിംഗ് ആക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളത്, സൂപ്പർ ചാറ്റിലൂടെ എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടും കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ വീഡിയോ പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചാനൽ ഫുൾ മോർണിംഗ് ആയി നിങ്ങളുടെ ചാനലിൽ പരസ്യം കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റവന്യൂ ആയാലും എല്ലാ മാസവും കയറി തുടങ്ങത്തുള്ളൂ. അതുകൊണ്ട് ഗൈസ്, നിങ്ങൾ ടൈം പാഴാക്കാതെ ഷോർട്സിൻ്റെ പുറകെ പോകരുത് എന്ന് ഞാൻ പറയുന്നില്ല. അത്രയ്ക്ക് ഉറപ്പാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് 90 ദിവസത്തിനുള്ളിൽ 1 കോടി വ്യൂസ് കിട്ടും എന്നുള്ള ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്സ് കണ്ടിന്യൂസ് ചെയ്യാം. എന്തുകൊണ്ട് ഷോർട്സ് ചെയ്യരുത് എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് സബ്സ്ക്രൈബും കൂടണം എന്നുണ്ട്.
അതുപോലെ തന്നെ സെയിം ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന യൂട്യൂബേഴ്സ് നിങ്ങൾ ചോദിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ച്. 90% ആൾക്കാരും പറയുന്നത് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 1 കോടി വ്യൂസ് ഒക്കെ വേണം എന്നൊക്കെ പറയും, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം എന്നൊക്കെ പറയും. പക്ഷേ അത്തരം ആൾക്കാരൊക്കെ അവരുടെ ചാനൽ മോണിറ്റേഷൻ ആക്കാൻ വേണ്ടി 4000 വാച്ച് അവറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 10,000 വാച്ച് അവർ 20,000 വാച്ച് അവർ എന്നൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് റവന്യൂ എൺ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ ഒരു സാധാരണ യൂട്യൂബർക്ക് ബ്ലോഗറിനെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് 4000 വാച്ച് അവർ തന്നെയാണ്. നമ്മൾ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റേഷനൊക്കെ ആയിക്കഴിഞ്ഞ് മണിക്കൂർ നമ്മൾ പിന്നെ ശ്രദ്ധിക്കുന്നില്ല. പിന്നീട് നമുക്ക് വ്യൂസ് ആണ് വേണ്ടത്. ഓരോ വീഡിയോയ്ക്കും 1000-ന് മുകളിൽ വ്യൂസ് കിട്ടുന്നതനുസരിച്ച് നമുക്ക് റവന്യൂ കിട്ടുന്നത്. ഞാൻ 4000 വാച്ച് അവർ എന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല. ഒരു ദിവസം കൊണ്ട് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാം എന്ന് തന്നെയാണ്. അതെ, നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളൊരു പുതിയ യൂട്യൂബേഴ്സാണ് എന്നാൽ നിങ്ങൾ എത്ര പേരുണ്ട് കറക്റ്റായിട്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്? പലർക്കും പല അഭിപ്രായങ്ങൾ കാണും. 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പിന്നെയല്ലേ ഒരു ദിവസം കൊണ്ട്. ഗൈസ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ 1 വർഷമോ 2 വർഷമൊക്കെ എടുത്തോളൂ, നിങ്ങൾ കറക്റ്റായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവരുടെ ചാനലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ടവരൊക്കെ ചുരുക്കമാണ്. എന്നാലും പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ടവരൊക്കെ ആണെങ്കിലും എവിടെയെങ്കിലും വെച്ചൊന്ന് ബ്രേക്കായി കാണും. വേറൊരു സെഷൻ ആൾക്കാർ സ്ഥിരമായ വീഡിയോ ഇട്ടിട്ടുണ്ട്, പ്രയോജനകരമായ വീഡിയോ ഒന്നും അവർ ഇടുന്നില്ല. ജസ്റ്റ് ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ കാർഡിലെ എങ്ങനെയാണ് അവർക്കൊരു 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. തമ്പനെയിൽ, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ 3 ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ആദ്യം തന്നെ ഇതിനെ ഫോക്കസ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ ഒരുപാട് ദിവസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് പതുക്കെ വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്നവർ ആദ്യം തന്നെ ആ ടോപ്പിക് മാറ്റി ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കും പറ്റും 4000 വാച്ച് അവർ എന്ന് നിങ്ങൾ കരുതുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ചാനൽ 100 വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ 50 എണ്ണം ഷോർട്സും 50 എണ്ണം ലോങ് വീഡിയോ എന്ന് വിചാരിക്കുക. ഈ ലോങ് വീഡിയോയിൽ പകുതിയും 2-3 1 മിനിറ്റ് എന്നൊക്കെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്. ആ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്കൊരു 10 മിനിറ്റുള്ള വീഡിയോ നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ടെങ്കിൽ 50K വ്യൂസ് ആയി എന്ന് വിചാരിക്കുക. ഒരുപാട് പേരുണ്ട്, പല വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും, ഒരു വീഡിയോ ക്ലിക്കായിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിന്യൂസ് ആയി വീഡിയോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏതിനെങ്കിലും ഒന്ന് ക്ലിക്കാവും. ഈ 10 മിനിറ്റിൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് 50K വ്യൂസ് എന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയേ. 10 മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ പറയുന്നത് 10 മിനിറ്റ് അവർ കാണണമെന്നില്ല, 5 മിനിറ്റ് കണ്ടെന്ന് വിചാരിക്കുക. എന്നാലും 5 മിനിറ്റത്തെ വീഡിയോ 50,000 പേർ കണ്ടു എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ എത്ര മിനിറ്റാണ് ഇതിൽ വരുന്നത്? 250 മിനിറ്റാണ് ഇതിൽ വരുന്നത്. അങ്ങനെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി. അതല്ല എങ്കിൽ കണ്ടിന്യൂസ് ആയി 2 വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് 25,000 വ്യൂസ് വെച്ച് കിട്ടിയാലും മതി നമ്മുടെ ചാനൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. മാത്രമല്ല, ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ തന്നെ പുറകെ ഇടുന്ന വീഡിയോസ് അവർ കണ്ടോളും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തൊക്കെയാണ് ഇത് പറയുന്നത്, 25,000 വ്യൂസ് 50,000 വ്യൂസ് ഒക്കെ കിട്ടാനെന്ന്. ഓൾറെഡി ഇതിന് ഞാൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞ് ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, തമ്പനൈൽ എന്നൊക്കെ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കുക. ഞാൻ പറയുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് നെഗറ്റീവ് ആവാതെ പോസിറ്റീവായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ തന്നെ ക്ലിക്കായി കഴിഞ്ഞാൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് എന്നാണ് അർത്ഥം. നമ്മുടെ വ്യൂസ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം മണിക്കൂർ നമ്മൾ ലോങ് വീഡിയോയ്ക്ക് കൂടുകയാണ്. ഇനി നമുക്ക് 4000 വാച്ച് അവർ എങ്ങനെ ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാം എന്ന് നോക്കാം. പല ടിപ്സും ഉണ്ട് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഞാൻ പറയുന്ന ടിപ്സ് പല ചാനലുകാർക്കും ഒരുപോലെ എഫക്റ്റ് ചെയ്യണമെന്നില്ല. ഞാൻ 2-3 ടിപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടിപ്സ് മാത്രമേ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ ചാനലുകാർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഞാൻ പറയുന്നത്. ഫ്രീസായി നിൽക്കുന്ന ചാനലുകൾക്ക് ഇത് നോക്കാം. അപ്പം ഞാൻ ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ചാനൽ കണ്ടിന്യൂസ് ആയി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 60-70 വീഡിയോ എങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. മീൻസ് ഷോർട്സ് ആകാം, അതുപോലെ ലോങ് വീഡിയോ ആകാം. ഒരു ദിവസം ഒരു ഷോർട്സും ഒരു ഫുൾ വീഡിയോയും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഷോർട്സ് എന്ന് പറയുന്ന വാച്ച് അവർ പറയുന്നത് എന്തെന്ന് നിങ്ങൾ വിചാരിക്കുക.
നമുക്ക് വ്യൂസ് കൂടാനും സബ്സ്ക്രൈബ് കൂടാനും ഒക്കെയാണ് ഷോർട്സ് നമ്മൾ കൂടുതലിടുന്നത്. അതുപോലെ തന്നെ ഈ കിട്ടുന്ന സബ്സ്ക്രൈബറൊക്കെയാണ് ഷോർട്സ് വഴി കിട്ടുന്ന വ്യൂസൊക്കെ ആയാലും നമ്മൾ ലോങ് വീഡിയോ കാണുന്നതിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ എടുക്കുക, നിങ്ങളുടെ ചാനലിൽ എടുത്തിട്ട് വീഡിയോ പോപ്പുലർ എന്ന സെഷൻ ഓപ്പൺ ചെയ്ത് ആ സെഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായി മുകളിൽ വ്യൂസ് കിട്ടിയ ടോപ്പ് കണ്ടൻറ്റ് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പം നിങ്ങൾ എന്ത് വേണം, അത് കണ്ടിട്ട് നിങ്ങളുടെ ചാനലിൽ നിന്ന് കാണരുത്, അത് വേറെ ആരുടെയും ഫോണിൽ നിന്ന് വേണം ഇത് കാണേണ്ടത്. എന്താണ് ഇത്ര വ്യൂസ് കിട്ടുക എന്നുള്ള കാരണം നോക്കുക. അങ്ങനെ അത് നിങ്ങൾ കണ്ടുപിടിച്ച് അനലൈസ് ചെയ്ത ശേഷം നിങ്ങൾ അടുത്തെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് തന്നെയാണ്, ആ ടൈപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സെയിം വീഡിയോ അത് എന്ത് തന്നെ സബ്ജക്റ്റ് ആയാലും അത് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ബ്ലോഗർ അല്ലെങ്കിൽ ആ സംഭവം ആ സബ്ജക്റ്റ് ചെയ്ത നല്ലൊരു മില്യൺ വ്യൂസ് ഉള്ള ആരെങ്കിലും ചാനൽ എടുത്ത് നോക്കുക. അങ്ങനെ വൈറലായ വീഡിയോ സബ്ജക്റ്റ് സെയിം ആയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയും തമ്മിൽ എടുത്ത് നോക്കുക. അപ്പോൾ തമ്പനയിലായിരിക്കും വൈറലാകുന്നത്, അല്ലെങ്കിൽ അവർ പറഞ്ഞ രീതിയായിരിക്കും, അല്ലെങ്കിൽ നല്ല അട്രാക്റ്റീവായ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടായിരിക്കും. അതെന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അതനുകരിച്ച് നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് അല്ലെങ്കിൽ അതിനെക്കാട്ടിയും കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, സെയിം സബ്ജക്റ്റ് വൈറലായി നിൽക്കുന്ന ബ്ലോഗറിൻ്റെ ചാനലിൽ കയറി ടൈറ്റിൽ ശ്രദ്ധിക്കുക, ഡിസ്ക്രിപ്ഷൻ ശ്രദ്ധിക്കുക, അതുപോലെ ഹാഷ്ടാഗ് എന്തൊക്കെ ഹാഷ്ടാഗ് ഇട്ടിക്കുക അതൊക്കെ നോട്ട് ചെയ്യുക. പിന്നെ തമ്പനെയിൽ ഇതൊക്കെ നോട്ട് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ തന്നെ വീഡിയോയിൽ എന്താണ് റീസൺ എന്ന് കണ്ടുപിടിക്കാൻ അറിഞ്ഞുകൂടാത്തവർ നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് ചെന്ന് നമ്മുടെ അനലൈസേഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പോർഷനിലാണ് കൂടുതൽ ആൾക്കാർ വാച്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് ഓഡിയൻസ് കാണാൻ പറ്റും. നിങ്ങൾ വീണ്ടും ചെയ്യാൻ ശ്രമിക്കുന്ന അനലൈസിൽ പോയി ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വീഡിയോ വൈറലായി നിൽക്കുന്നവരുടെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു വീഡിയോ വൈറലായി കഴിയുമ്പോൾ 1-2 വീഡിയോ 1000-ന് മുകളിൽ വ്യൂസ് പോകുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങളൊരു ബ്ലോഗറാണ് എന്നൊരു ഇത് വന്നു തുടങ്ങും. അപ്പം ഞാൻ ഈ ടോപ്പിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് യൂട്യൂബ് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പം നിങ്ങളൊരു പുതിയ യൂട്യൂബർ അല്ല എങ്കിൽ ഒരുപാട് വീഡിയോസ് ചെയ്ത് 60, 40, 70 ആ റേഞ്ചിൽ ഇപ്പോഴും വ്യൂസ് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിൽ മാറ്റം വരുന്നതായിരിക്കും. അപ്പം എല്ലാ യൂട്യൂബേഴ്സും ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. വ്യൂസ് കൂടുന്നതനുസരിച്ചാണ് നമ്മുടെ വാച്ച് അവർ ആയാലും ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നുള്ളത്, എന്നെപ്പോലെ ഹൗസ് വൈഫ് ആയാലും വൈറലായിട്ട് നിൽക്കുന്ന മറ്റുള്ളവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ 1-2 വീഡിയോ 1000-ന് മുകളിൽ വ്യൂസ് പോയി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഉള്ളിലൊരു ആത്മവിശ്വാസമൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ തന്നെ നിങ്ങളൊരു ബ്ലോഗറാണ് എന്നൊരു സ്കീം നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ടോപ്പിക്ക് പറയുന്നത് തന്നെ റീമോട്ടിഫിക്കേഷനായിട്ട് തന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങളൊരു പുതിയ യൂട്യൂബർ അല്ല എങ്കിലും ഒരുപാട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞ് 60, 40, 70 എന്ന വ്യൂസ് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ മാറ്റം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യൂസ് കൂടുന്നതനുസരിച്ചാണ് നമ്മുടെ വാച്ച് അവർ ആയാലും ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എന്നെപ്പോലെ ഹൗസ് വൈഫൊക്കെ ഉള്ളവർ കാണും, വെൽ എഡ്യൂക്കേഷൻ ഉള്ളവരായിട്ടുള്ള കാണും, കുട്ടികളായിട്ട് കാണും. അപ്പം ബ്രേക്കായിട്ട് നിൽക്കുന്നവരൊക്കെ കാണും. അവരായാലും യൂട്യൂബർ ചാനലിൽ നിന്നും ഒരു ഇൻകം കിട്ടും എന്നൊരു പ്രതീക്ഷ ചെയ്യുന്ന ആളായിരിക്കും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് മിക്കപ്പോഴും കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പറയുന്നത് കുക്കിങ്ങിലേക്കായിരിക്കും, കുക്കിംഗ് ബ്ലോഗിലേക്കായിരിക്കും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും വെൽ എഡ്യൂക്കേഷൻ ഉള്ളവരാണ്. അപ്പം നിങ്ങൾക്കും പുതിയൊരു ടോപ്പിക് കണ്ടുപിടിച്ച്, അഥവാ നമ്മുടെ യൂട്യൂബിൽ തന്നെയുണ്ട് പുതിയ ടോപ്പിക് ആരൊക്കെയാണ് ചെയ്യുന്നുള്ളത്, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഒരുപാട് നല്ല ഐഡിയാസ് എന്തൊക്കെ ടോപ്പിക് ചെയ്യണം എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും കുക്കിംഗ് ബ്ലോഗിലേക്ക് ചെയ്യുക ചെയ്യാതെ വെറൈറ്റി ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഞാനിപ്പോൾ ഹൗസ് വൈഫിനെ തന്നെ പറയണമെന്നില്ല, സാലറി ഒന്നും തികയാത്തവർ കാണും, ഇതുപോലെ തന്നെ സ്റ്റുഡൻസ് കാണും, പോക്കറ്റ് മണിക്കായി നിൽക്കുന്ന സ്റ്റുഡൻസ് കാണും. അപ്പോൾ അവരെല്ലാവരും യൂട്യൂബിൽ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ഇൻകം പ്രതീക്ഷിച്ചായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ഫീൽഡ് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങളൊരു റീമോട്ടിക്കേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ കാണും, വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറയാൻ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്വന്തമായിട്ട് പോസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഉന്തിത്തള്ളി വിടാൻ ആരും കാണില്ല. നിങ്ങൾക്ക് എന്താണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ തന്നെയാണ് ശ്രമിക്കേണ്ടത്. ഫസ്റ്റൊക്കെ ഇൻകം കയറി തുടങ്ങുമ്പോൾ തന്നെ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും എല്ലാം നമ്മൾ തന്നെയായിരിക്കും. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ യൂട്യൂബ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ യൂട്യൂബറൊക്കെ ഒന്ന് ഉഷാറായിട്ട് കണ്ടിന്യൂസ് ആയി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.